ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് റിബിൻ ആക്രമിക്കപ്പെട്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഈ രംഗത്ത് തന്നെ അവന് വായിൽ നിന്ന് പത വരികയാണ്. ആ പത വേണ്ട സമയത്ത് ഈ നരഭോജികൾ എത്ര വട്ടം അവനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇടി റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഹമ്മദ് റിബിൻ യൂണിറ്റ് പ്രസിഡന്റാണ് ക്യാമ്പസിൽ. നിങ്ങൾ കണ്ടതല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, ആ വിദ്യാർത്ഥിയെ പോലീസുകാരെടുത്ത് ബോധരഹിതനായി കൊണ്ടുവരുന്ന കാഴ്ച നിങ്ങൾ എല്ലാ ആളുകളും കണ്ടല്ലേ. എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊരു കാര്യം, ഇവിടെ കൊടി കെട്ടിയത് റിബിൻ, KSUവിന്റെ കൊടി കെട്ടിയതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി ആക്രമിക്കാൻ എന്ത് തെറ്റാണ് ഈ KSUക്കാർ ചെയ്തത്? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ആ സ്ഥാപനത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോ എന്ത് ദാഠ്യമാണ്. SFIയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അടിക്ക് അവൻ പറയാ, അടിക്ക് അവനാരാ SFIയുടെ സെക്രട്ടറി എന്ന് അടിക്കെന്ന് പറയാ. അവനാരാ? ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമില്ലേ? ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും SFI നിങ്ങൾ വളർന്നിട്ടില്ല. റിബിനെ നിങ്ങൾ ആക്രമിച്ചോ? ഈ റിബിനെ ആക്രമിച്ചതിന് 100 ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഇവിടെ ക്യാമ്പസ് സ്റ്റുഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ ഫുൾപാലിലും മത്സരിക്കാൻ നിൽക്കുക. നിങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി വികാരം ഈ ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഏകാധിപത്യ കോട്ടകളായി നിങ്ങൾ. തീർച്ചയായിട്ടും സുജ, അത് റിബിനാണ്, കൊടി കെട്ടുന്നത് റിബിനാണ്. അതിനുശേഷം റിബിൻ മാധ്യമങ്ങളോട് ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ SFIയുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിബിൻ സംസാരിച്ചിരുന്നു. ആ റിബിനാണ് ഇപ്പോൾ അബോധാവസ്ഥയിൽ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് വന്ന സമയത്ത് ഞങ്ങളെ ചെയ്തു വെച്ചാണ് SFI നേതാക്കന്മാരടക്കുന്ന സമയത്ത് ഈ പ്രവർത്തനം വിടുക, ക്രൂരമായി മർദ്ദിക്കുക, വടിവെച്ചുകൊണ്ടും ഇടിക്കട്ട വെച്ചുകൊണ്ടും മർദ്ദിക്കുക.